കൃഷ്ണന്റെ സമാധാന ദൗത്യത്തിനിടയിൽ പാണ്ഡവരുമായി സന്ധി ചെയ്യണമെന്ന് വിതുരർ ദുര്യോധനനോട് ഉപദേശിച്ചു. ഇതിൽ കോപിതനായ ദുര്യോധനൻ വിതുരരെ ദാസിയുടെ പുത്രൻ എന്ന് പരസ്യമായി വിളിക്കുകയും കൗരവരുടെ ചോറ് തിന്ന് പാണ്ഡവർക്ക് വേണ്ടി സംസാരിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തി അപമാനിക്കുകയും ചെയ്തു. ഇപ്രകാരം ദുര്യോധനന്റെ വാക്കാലുള്ള ആക്രമണത്തിൽ മനം നൊന്ത് തന്റെ മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ച് യുദ്ധത്തിൽ പങ്കെടുക്കുകയില്ലെന്ന് ശപഥവും ചെയ്ത് തന്റെ വില്ലൊടിച്ച് വിതുരർ ഹസ്തിനപുരം വിട്ടുപോകുന്നു. വിധി നിയതമായ ആ ദിവസം ഹസ്തിനപുരം വിട്ടപ്പോൾ ഭാരതവർഷത്തിലുള്ള എല്ലാ പുണ്യനദികളും സന്ദർശിക്കാൻ വിതുരർ ഉറപ്പിച്ചു. അങ്ങനെ നാരായണ പാദങ്ങളാൽ പരിശുദ്ധമാക്കപ്പെട്ട എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ വിതുരർ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. കൃഷ്ണന് പ്രിയമായിരുന്ന ഗോവർദ്ധന പർവ്വതത്തിന്റെ തണലിൽ ഇരുന്ന് അദ്ദേഹം ക്ഷീണം തീർത്തു. അവിടെ ഇരുന്ന് കൃഷ്ണന്റെ ബാല്യകാല ലീലകളെപ്പറ്റിയും കൃഷ്ണനെപ്പറ്റിയും ചിന്തിച്ചപ്പോൾ വിതുരന്റെ കലങ്ങിയ മനസ്സ് അല്പം ഒന്ന് ശാന്തമായി. കൃഷ്ണൻ സാക്ഷാൽ നാരായണൻ തന്നെയാണെന്ന് ഭീഷ്മർ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ചുമതലകളിൽ ഒന്നും അകപ്പെടാതെ കൃഷ്ണൻ തന്റെ ബാല്യകാലങ്ങളിൽ ഗോവർദ്ധന പ്രാന്തപ്രദേശങ്ങളിൽ യഥേഷ്ടം ചുറ്റി നടന്ന ആ കാലത്തെപ്പറ്റിയും അങ്ങനെ ആ പർവ്വതത്തിനുണ്ടായ ഭാഗ്യത്തെപ്പറ്റിയും എല്ലാം ആലോചിച്ചപ്പോൾ വിതുരന്റെ കണ്ണിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. വൃന്ദാവനത്തിൽ കുറച്ചു ദിവസം താമസിച്ചതിന് ശേഷം വിതുരർ വടക്കു ദിശയിലേക്ക് പോയി. അദ്ദേഹം വളരെയധികം ക്ഷേത്രങ്ങളും തീർത്ഥങ്ങളും സന്ദർശിച്ചു. ദീർഘമായ യാത്രയ്ക്കു ശേഷം കൃഷ്ണന് പ്രിയങ്കരമായ പ്രഭാസ തീർത്ഥക്കരയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ വെച്ച് ധൃതരാഷ്ട്ര വംശത്തിന് ഉന്മൂലനാശം സംഭവിച്ചതും യുധിഷ്ഠിരൻ ഭാരതവർഷത്തിന്റെ രാജാവായി തീർന്നതുമെല്ലാം വിതുരർ കേട്ടു. എല്ലാം ഉപേക്ഷിച്ച് ബന്ധവിമുക്തനായിരുന്നുവെങ്കിലും ഈ വാർത്തകളെല്ലാം കേട്ട് വിതുരൻ ദുഃഖിതനായി തീർന്നു. അദ്ദേഹം സരസ്വതി നദീ തീരത്തേക്ക് നടന്നു. അവിടെ നിന്ന് അദ്ദേഹം മറ്റു തീർത്ഥങ്ങളും കടന്ന് യമുനാ തീരത്ത് എത്തിച്ചേർന്നു. യമുനാ തീരത്ത് വെച്ച് വിതുരർ കൃഷ്ണന്റെ കളിത്തോഴനായ ഉദ്ധവനെ കണ്ടുമുട്ടി. ഉദ്ധവരും വിതുരരും കണ്ടുമുട്ടിയിട്ട് വളരെ കാലമായിരുന്നു. വളരെ കാലം കഴിഞ്ഞ് കണ്ടുമുട്ടിയത് കൊണ്ട് തന്നെ അവരുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷാധിക്യത്താൽ കണ്ണുനീർ ധാരയായി ഒഴുകി. വിതുരർ സ്വയം സമാധാനപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: ജ്യേഷ്ഠന്റെ പുത്രനാൽ നിഷ്കാസിതനായി ഞാൻ ഹസ്തിനപുരം വിട്ടിട്ട് കുറെ കാലമായി. അങ്ങത് കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ വളരെ കാലമായി തീർത്ഥാടനം നടത്തി വരികയായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അങ്ങയെ കണ്ടുമുട്ടുന്നത്. എനിക്ക് ദ്വാരകയിലുള്ള എല്ലാവരുടെയും ക്ഷേമങ്ങൾ അറിയണം. കൃഷ്ണന് സൗഖ്യം തന്നെയല്ലേ? ബലവാനായ ബലരാമനും സൗഖ്യമല്ലേ? ദ്വാരകയിൽ മറ്റെല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? എല്ലാവരുടെയും വിവരങ്ങൾ എനിക്കറിയണം ഉദ്ധവ. എല്ലാവരെയും പറ്റി അങ്ങ് എന്നോട് പറയും. സാത്വികി മുമ്പത്തെ പോലെ തന്നെ ഉഗ്രനായിരിക്കുന്നില്ലേ? പ്രദ്യുപ്നന് സുഖമല്ലേ? ഇവരുടെയൊക്കെ ക്ഷേമം അറിഞ്ഞിട്ട് എത്ര കാലമായി. അവരുടെ എല്ലാം കാര്യങ്ങൾ അറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഉദ്ധവ. ഈ ഭൂലോകത്തിലുള്ള രാജാക്കന്മാർക്ക് വിദ്യ കൊണ്ടുള്ള അഹങ്കാരം, കുലമഹിമ കൊണ്ടുള്ള അഹങ്കാരം, ധനം കൊണ്ടുള്ള അഹങ്കാരം എന്നീ 3 തരത്തിൽ രാജാക്കന്മാരെല്ലാം മതാന്ധന്മാരായിരുന്നു. അങ്ങനെയുള്ള അഹങ്കാരികളായ രാജാക്കന്മാരുടെ മതം സഹിക്കവയ്യാതെ അവരെ നശിപ്പിച്ച് ധർമ്മം സ്ഥാപിക്കാനായി നാരായണൻ കൃഷ്ണനായി മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കുകയാണ് എന്ന് എനിക്കറിയാം. എന്നാൽ ഇപ്പോൾ ലോകം മുഴുവൻ നിറഞ്ഞിരുന്ന ഇത്തരത്തിലുള്ള രാജാക്കന്മാരെയെല്ലാം ഭഗവാൻ നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. താൻ നടത്താൻ ഉദ്ദേശിച്ച ആ സാഹസ കർമ്മങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ വിശ്രമിക്കുകയായിരിക്കുമല്ലേ? അദ്ദേഹം വിശ്രമവേള എങ്ങനെ ചിലവഴിക്കുന്നു എന്ന് എന്നോട് പറയൂ ഉദ്ധവ. കൃഷ്ണനും യാദവന്മാർക്കും സുഖം തന്നെയല്ലേ? ഇപ്രകാരം വിതുരർ ദ്വാരകയിലെ വിശേഷങ്ങളൊക്കെ ഉദ്ധവരോട് എങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉദ്ധവൻ ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. കുട്ടിക്കാലം മുതൽ കൃഷ്ണനൊന്നിച്ചു കഴിഞ്ഞ ആ കാലത്തേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് സഞ്ചരിച്ചു. ഒരു നിമിഷം ഉദ്ധവൻ ഈ ലോകം തന്നെ മറന്നു. കഴിഞ്ഞുപോയ ആ പഴയ കാലമോർത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആനന്ദാശ്രുക്കൾ കൊണ്ട് നിറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹത്തിന് ലോകസ്മരണ വന്നു. കണ്ണുകൾ തുടച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു: എൻ്റെ സ്നേഹിത, അങ്ങയുടെ ചോദ്യങ്ങൾ എന്നെ ദുഃഖിപ്പിക്കുന്നു. ഞാൻ എങ്ങനെയാണ് അങ്ങയോട് ഉത്തരം പറയേണ്ടത്? കൃഷ്ണൻ നമ്മയെല്ലാം വിട്ടുപോയിരിക്കുന്നു. വിതുരൻ അമ്പരന്ന് നിന്നു. വിതുരന് ഉദ്ധവന്റെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ വിതുരന്റെ നേരെ നോക്കി
ഉദ്ധവൻ വീണ്ടും പറഞ്ഞു, സത്യമാണ്, കൃഷ്ണൻ ഇഹലോകം വിട്ടു പോയിരിക്കുന്നു. കൃഷ്ണൻ ഈ ലോകം വിട്ടപ്പോൾ തന്നെ ഭൂമിയുടെ തേജസ് മാഞ്ഞുപോയി. കൃഷ്ണനെ നാരായണന്റെ അവതാരമായി കാണാൻ യാദവന്മാർക്ക് കഴിഞ്ഞില്ല. യദുകുലത്തിന്റെ ആ അജ്ഞതയെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു. വിതുര, ചന്ദ്രൻ സമുദ്രജലത്തിൽ പ്രതിബിംബിക്കുമ്പോൾ അത് ചന്ദ്രനാണെന്ന് മത്സ്യങ്ങൾ അറിയുന്നില്ല. അവരൊന്നിച്ച് വസിപ്പാൻ വന്ന മറ്റൊരു മത്സ്യമാണത് എന്ന് അവ വിചാരിക്കുന്നു. അതുപോലെ തന്നെ കൃഷ്ണൻ അവരിലൊരാളാണെന്നാണ് യാദവന്മാർ വിചാരിച്ചിരുന്നത്. മഹാനും ബുദ്ധിമാനുമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ യാദവരിൽ ഉത്തമൻ എന്ന് വിളിച്ചിരുന്നു. എന്നാൽ കൃഷ്ണൻ നാരായണന്റെ അവതാരമാണ് എന്ന് യാദവന്മാർ ഒരിക്കലും കരുതിയിരുന്നില്ല. അങ്ങനെയുള്ള യാദവന്മാരിൽ ഞാനൊഴിച്ച് മറ്റാരും തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. എങ്ങനെയാണത് സംഭവിച്ചത് എന്ന് വിതുരൻ വികാരഭരിതനായി ചോദിച്ചു. എങ്ങനെ വന്നുകൂടി അവരുടെ മരണം? ദയവായി എല്ലാം എന്നോട് പറയൂ ഉദ്ധവ. അങ്ങനെ യാദവന്മാർ നശിക്കാനുള്ള കാരണത്തെപ്പറ്റി ഉദ്ധവർ വിതുരനോട് പറയാൻ തുടങ്ങി.